മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തലശ്ശേരിയില് തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രത്തില് കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് മണ്ഡലകാലത്തെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ധാരാളം ഡോക്ടർമാർ വരും. അതൊരു വലിയ അനുഭൂതിയാണ് സത്യത്തില്. തലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ ത്രില്ലാണ്. ഒരിക്കൽ ആദ്യകാലങ്ങളിൽ പോകുമ്പോൾ ഒറ്റയ്ക്കാ പോവാ. കുറച്ച് CD-കളും കുറച്ച് പുസ്തകങ്ങളും കാസറ്റുകളും കയ്യിൽ ഞാൻ തന്നെ എടുത്തുകൊണ്ടാ പോവാ. അവിടെ ആരെങ്കിലും സഹായിക്കാനുണ്ടാവും. ജനങ്ങളിൽ അത് എത്തിച്ച് ചെറിയ പൈസ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ശേഖരിക്കാൻ. ഒരിക്കലും ഞാൻ അവിടെ ഇറങ്ങി ഒരു തട്ടുകടയിൽ നിന്ന് ചായ കഴിക്കായിരുന്നു. ആ തട്ടുകടയിൽ നിന്ന് ഞാൻ മറക്കില്ല. തലശ്ശേരിയിൽ വൈകുന്നേരമാണ് പ്രഭാഷണമെങ്കിൽ ഏതാണ്ട് 2-2:30 മണിക്ക് അവിടെ ഇറങ്ങി ഈ തട്ടുകടയിൽ നിന്ന് ഒറ്റയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജാഥ പോകുന്നു. അപ്പൊ ജാഥയുടെ ഫ്രണ്ടിലൊരു ബാനറുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അത് നിങ്ങൾക്കറിയാം, പുരോഗമനവാദികള്, യുവാക്കള്, CPM-ന്റെ കാഡറുകള്, പിന്നെ പകല് CPM-ഉം SFI-യും രാത്രി NDF-ഉമായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം പേര് അവരുടെ ജാഥ ഇങ്ങനെ പോവാണ്. ഇതിൽ മുദ്രാവാക്യം ഞാൻ വെറുതെ ശ്രദ്ധിച്ചു, കാരണം വൈകുന്നേരം 6 മണിക്ക് പ്രഭാഷണമുള്ളൂ, കുറെ സമയമുണ്ട്. ഇപ്പൊ മുദ്രാവാക്യം മുഴുവനും ഹിന്ദു ധർമ്മത്തിനും ഹൈന്ദവ വിശ്വാസങ്ങൾക്കും എതിരാണ്. ഇതിൽ കുറെ പ്ലക്കാർഡ് വെച്ചിട്ടുണ്ട്. കുറേ പ്ലക്കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് വിധി എന്നൊന്നില്ല, ഭാഗ്യം എന്നൊന്നില്ല, വാസ്തുവിദ്യ അന്ധവിശ്വാസവും തട്ടിപ്പും, ജ്യോതിഷം മനുഷ്യനെ പറ്റിക്കാനുള്ള വഴി, ഇങ്ങനെ കുറേ നമ്മുടെ ഖുറാനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും സാധാരണ CPM-കാരും SFI-കാരും വിമർശിക്കാറില്ല. കാരണം വോട്ട് ബാങ്ക്. കേരള മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതിലെ പ്രധാന അജണ്ട മതം മാറ്റാനായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് പോയി തീവ്രവാദികൾ സംരക്ഷിക്കുന്ന ഉഴുന്നാലിനെ വിടുവിക്കാനാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് പോലും വലിയ താല്പര്യമില്ല മുഖ്യമന്ത്രി താല്പര്യം എടുക്കാൻ. കാരണം വേറൊന്നുമല്ല, ഈ 1 വർഷം കഴിഞ്ഞുള്ളൂ. ഇനി 4 വർഷത്തിനിടയ്ക്ക് KM മാണിയെ കിട്ടിയാൽ കൊള്ളാം. അടുത്ത ഇലക്ഷന് ക്രിസ്ത്യാനികളുടെ മാസ് വോട്ട്. ക്രിസ്ത്യാനികൾ ഏതായാലും ഈ MM മാത്യു പറഞ്ഞ പോലെ, മലയാള മനോരമയിലെ മാത്യു പറഞ്ഞതുപോലെ, പല്ലും നഖവും ഉപയോഗിച്ച് കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയും എതിർക്കും. അത് ജീവിത അവസാനം വരെ മനോരമയുടെയും ക്രിസ്ത്യാനികളുടെയും ലക്ഷ്യവും മാർഗവുമാണ്. അതേതായാലും ക്രിസ്ത്യാനികൾ ഇവർക്ക് വോട്ട് ചെയ്യില്ല. അവരുടെ കാര്യം നേടാനായിട്ട് ബിഷപ്പും മെത്രാനും കാർദിനാളും വേണമെങ്കിൽ കൈ ചുംബിക്കാൻ നീട്ടിക്കൊടുക്കും, എന്നിട്ട് സോപ്പിട്ട് കഴുകും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചുംബിച്ചാലും. ഏതായാലും ഉഴുന്നാലിനെ സംരക്ഷിക്കാനായിട്ട് വേണ്ട രീതിയിൽ സുഷമാ സ്വരാജിനോടും മോദിയോടും പറഞ്ഞു. ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുകൊണ്ട് പോകണം. ഇത്രയും കാലമൊന്നും അവർക്ക് ബോധമില്ലാണ്ട് അവരവിടെ ഇന്ത്യ ഭരിക്കുകയല്ലേ. മറ്റെല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാരെ കൊണ്ടുവരേണ്ടവരെ കൊന്നു. ഈ ഉഴുന്നുപരിപ്പിനെ മാത്രം കൊണ്ടുവരാതിരിക്കാൻ കാരണം ഏതോ വർഗീയ ഫാസിസം സുഷമയുടെയും നരേന്ദ്രമോദിയുടെയും തലയ്ക്കകത്ത് കയറിയത് കൊണ്ടാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ വോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതവിടെ ഇരിക്കട്ടെ. ഏതായാലും ഈ പ്ലക്കാർഡ് ഉണ്ടല്ലോ, തലശ്ശേരിയിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്ലക്കാർഡ്, ഈ പ്ലക്കാർഡും പിടിച്ചോണ്ട് 2:30 മണിക്ക് ഇങ്ങനെ പോകുന്നു. സത്യത്തിൽ സംഭവിച്ചതാട്ടോ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പോകുന്നതിനിടയ്ക്ക് ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു. NDF അല്ല, അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഭീകരമായിട്ടൊരു ചോദ്യം, ഒരു വെല്ലുവിളിയാണ്. SFI-കാരന്റെ വീരവും ശൂര്യവും ശൗര്യവും ഒക്കെ തലശ്ശേരിയിൽ വർക്ക് ചെയ്യല്ലോ. ഗോപാലകൃഷ്ണൻ സാറേ, ഒരു ചോദ്യം ചോദിക്കട്ടെ, വിധി എന്ന് പറയുന്നത് ഉണ്ടോ സാറേ? അപ്പൊ ഞാൻ പറഞ്ഞു, മോന്റെ പേരെന്താന്ന് ചോദിച്ചു. എന്റെ പേരെന്തോ ആവട്ടെ. അല്ല, മോന്റെ പേര് പറ, എന്നിട്ട് ഞാൻ വിധി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. എന്റെ പേര് സന്തോഷം എന്നാണ്. എന്താ ഗോപാലകൃഷ്ണൻ സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയുടെ പേര് എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ, നിന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ, അത് കാരണം നിനക്ക് ഏത് പേരിടണമെന്ന് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറഞ്ഞു. വിധി എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചു. വീണ്ടും അവൻ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ധൃതി പിടിക്കല്ല, ഇതിന് വിവരണം തരണ്ടേ? വിധി എന്നുള്ളത് ഉണ്ട മകനെ. ഇങ്ങനെ തന്നെയാ പറഞ്ഞു, വിധി എന്നുള്ളത് ഉണ്ട മോനെ. ആദ്യം മകനെ എന്ന് വിളിച്ചു, പിന്നെ മോനെ എന്ന് വിളിച്ചു. എന്താ അറിയാമോ വിധി? ആ എന്നാ പറ.
തലശ്ശേരി ഭാഷയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ വർക്കല ഭാഷയിലാണ്. അങ്ങേരുടെ പദപ്രയോഗം തലശ്ശേരി ഭാഷയാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ശരിയാവില്ല. ഇപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ധാരാളം പഠിക്കാനുണ്ട്, ധാരാളമുണ്ട്. വേദം മുതൽക്ക് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ, 18 പുസ്തകങ്ങൾ വീതമുള്ള വേദാംഗങ്ങൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 2 ഇതിഹാസങ്ങൾ, പിന്നെ 6 ദർശനങ്ങൾ, പിന്നെ ചാർവാകന്റെ യുക്തി ദർശനങ്ങൾ, ഇതെല്ലാം ഈ നാട്ടിൽ പഠിക്കാനുണ്ട്. അതിന്റെ പുസ്തകം ഇന്നും അവൈലബിളാണ്. ഇത്രയും എല്ലാം പഠിക്കാനുള്ളപ്പോ ഈ മുദ്രാവാക്യത്തിന്റെ പ്ലക്കാർഡും പിടിച്ചോണ്ട് ഈ നട്ടുച്ചക്ക് ഈ പൊരിവെയിലത്ത് ഈ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന നിന്റെയൊക്കെ തലയിലെഴുത്തിന് പറയുന്ന പേരാടാ മോനെ വിധി എന്ന് അവൻ ഇങ്ങോട്ട് പറഞ്ഞു. വിധി ആ പറയുന്നതിന്റെ സ്പീഡിൽ പോയതുകൊണ്ട് അവൻ തന്നെത്താനെ ഇങ്ങോട്ട് പറഞ്ഞു വിധി എന്ന്. ഇത്രയധികം പഠിക്കാനുണ്ടായിട്ട് അതൊന്നും നോക്കാതെ ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് പൊരി വെയിലത്ത്, നട്ടപ്ര വെയിലത്ത് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ വേറൊരു വകുപ്പും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നിന്റെയൊക്കെ അവസ്ഥയാടാ വിധി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് ഒന്നുകൂടി പറഞ്ഞു, എടാ സന്തോഷേ, ഞാൻ എടാന്ന് ലോകത്തിൽ ആരെയും വിളിക്കാറില്ല, എന്റെ ഭാര്യയെ പോലും എടീന്ന് വിളിക്കാറില്ല, നിങ്ങളെന്നെ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് ആ സന്തോഷേ, നിന്നോട് ഒരു കാര്യം കൂടി പറയാം, നീ ചോദിക്കാത്തൊരു ചോദ്യത്തിനോട് ഉത്തരം പറയാം. ഭാഗ്യം എന്നുണ്ടോ എന്നൊരു പ്ലക്കാർഡിൽ കണ്ടു, കുറെ പ്ലക്കാർഡിൽ ഭാഗ്യം ഉണ്ടോ മോനെ? ഇത്ര എണ്ണങ്ങൾ ഈ പൊരി വെയിലത്ത്, കട്ടൻ കാപ്പിയും ഉണ്ടംപൊരിയൊക്കെ പണ്ടത്തെ കാലമായിരുന്നു. ഇപ്പൊ നല്ല ഷവർമയും ചിക്കൻ ബിരിയാണിയും കിട്ടാൻ വേണ്ടിയിട്ട് നട്ടുച്ചയ്ക്ക് ഇങ്ങനെ നടന്നു പോണില്ലേ? അതിനിടയ്ക്ക് നിനക്ക് മാത്രമല്ലേ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് തോന്നിയുള്ളൂ, എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണമെന്ന് തോന്നിയുള്ളൂ. അത് നിന്റെ ഭാഗ്യം, അതാണോ നിന്റെ ഭാഗ്യം എന്ന് ഞാൻ പറഞ്ഞു. സത്യത്തില് ആ പയ്യൻ പിന്നെ തിരിച്ചു പോയില്ല. അവൻ ഈ പെട്ടിക്കടയുടെ സൈഡിൽ കൂടെ അങ്ങ് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ അറിഞ്ഞു സന്തോഷം ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു ഹിന്ദു ധർമ്മ പ്രഭാഷകനാണ് എന്നറിഞ്ഞു. ഹിന്ദു ധർമ്മ പ്രഭാഷകനാണ്. ആ പ്രഭാഷകൻ അറിയപ്പെടുന്ന പേര് വേറൊന്നാണ്, അന്ന് അവൻ എന്നോട് പറഞ്ഞ പേര് വേറൊന്നാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമൊന്നും അറിഞ്ഞൂടാ. ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു വലിയൊരു കാര്യം ഗോപാലകൃഷ്ണൻ ചെയ്തു എന്ന് വരുത്തി തീർക്കാനല്ല കേട്ടോ. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഈ നാടിന്റെ പൈതൃകം പദാനുപദം പഠിപ്പിക്കാം, പഠിച്ചത് പഠിപ്പിക്കാം. എവിടെ എനിക്ക് ഉറപ്പില്ലാത്ത ചില വിവരണങ്ങളുണ്ടോ അവിടെ എന്ന് തോന്നുന്നു എന്ന് ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അത്രേ എന്ന് പറയാറുണ്ട്, അല്ലാതെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാറില്ല. എവിടെയെങ്കിലും തെറ്റുപറ്റിയാൽ അടുത്ത പ്രഭാഷണങ്ങളിൽ ഇങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറയാറുമുണ്ട്. കാരണം ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ വിശ്വസിക്കുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാൻ, ഇയാൾ പറഞ്ഞ തെറ്റുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കരുത്, ബാക്കിയുള്ളവരുണ്ടാക്കുന്നതിൽ വിരോധമില്ല. അങ്ങനെ ഇരിക്കെ ഈ സന്തോഷിന്റെ ഈ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ജ്യോതിഷവും ഭാഗ്യവും വിധിയും ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും അന്വേഷിക്കൽ എൻ്റെ ജോലിയല്ല, പറഞ്ഞുകൊണ്ട് പോയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. കുറേ വ്യക്തികൾ, മുസ്ലിങ്ങൾ, ഞാൻ മനസാവാച വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ ശരിക്കും ഞാൻ പറഞ്ഞ രീതിയിൽ വരുത്തി കുറേ വക്രമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച അവര് തന്നെ പലരെയും അമ്മയുടെ ഭർത്താവാണെന്ന് വിളിക്കുന്നതിന് ഗതികേടില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടി എൻ്റെ വരികളെ മിസ്കോട്ട് ചെയ്ത്, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട്, മിസ്എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതൊക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണെന്നും നോബൽ സമ്മാനം കിട്ടാൻ സാധ്യതയുള്ള ഡോക്ടർ ഗോപാലകൃഷ്ണനാണ് ഇത്രയും അധികം ഉജ്ജ്വലങ്ങളായ വിവരണങ്ങൾ ഭാരത ജനതയുടെ മുമ്പിൽ സ്വർണ്ണത്താമ്പാളത്തിൽ വെച്ചു കൊടുത്തതെന്നും ഇവിടത്തെ പുരോഗമനവാദികളും പത്രമാധ്യമങ്ങളും മൂടിവെച്ച് തമസ്കരിക്കാൻ ശ്രമിച്ചത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്ന അവതാരത്തെ പോലെയുള്ള വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ നമുക്കിതൊന്നും കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസാവാച വിചാരിക്കാത്ത ശുദ്ധ പമ്പര വിഡ്ഢിത്തം, അത്രയ്ക്കും വിഡ്ഢിത്തം, കേട്ടാൽ ഉടനെ മനസ്സിലാവും, അതിങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു ഗോപാലകൃഷ്ണനെ അപകീർത്തിപ്പെടുത്താനാണെന്ന്. ഗോപാലകൃഷ്ണനെ അപകീർത്തിപ്പെടുത്തിയാൽ, ഗോപാലകൃഷ്ണനെ നിരാകരിച്ചാൽ, നിഷേധിച്ചാൽ, പുച്ഛിച്ചാൽ, അവഹേളിച്ചാൽ ഗോപാലകൃഷ്ണൻ എന്താ പ്രശ്നം? ഞാൻ എന്തെങ്കിലും അംഗീകരിപ്പിച്ചു കൊള്ളാമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടോ? വേണമെന്നുള്ളവർക്ക് എടുക്കാം, വേണ്ട എന്നുള്ളവർക്ക് എടുക്കണ്ട. ഞാൻ ഒരു സംഘടനയുടെ പ്രസിഡന്റ് അല്ല,
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെയോ മുകളിലിരിക്കുന്ന ആളുമല്ല. എൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ചാരിറ്റബിൾ ട്രസ്റ്റ്. നിങ്ങൾ പ്രഭാഷണത്തിന് പോകുമ്പോൾ ചായ വട കഴിക്കാനുള്ള പൈസ പോലും സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ആ വരവ് മുഴുവനും ഒരു CBSE സ്കൂളും ഒരു ഹൈടെക് ലൈബ്രറിയും ഒരു മോഡേൺ ലൈബ്രറിയും ഒരു ഹെറിറ്റേജ് ലൈബ്രറിയും ഭാസ്കര കമ്പ്യൂട്ടർ സെന്ററും ആര്യഭട്ട ലൈബ്രറിയും ഒരു സെമിനാർ ഹാളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും വരുന്ന ഒരു അമ്പലവും അടിച്ചു പൊളിച്ച ഒരു ഗസ്റ്റ് ഹൗസും അടിച്ചു പൊളിച്ച സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഒരു അന്നക്ഷേത്രവും 2-3 സെമിനാർ ഹാളും എല്ലാം ചേർത്ത് ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായിട്ട് ഇപ്രാവശ്യം നീറ്റ് പരീക്ഷ നടത്താൻ ഏറ്റവും ഐഡിയൽ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂള്. തൃശ്ശൂരിലെ ജില്ലാ കളക്ടർ പെൺകുട്ടികളുടെ തൃശ്ശൂരുടെ ഏത് പ്രോഗ്രാം തൃശ്ശൂരിലുണ്ടെങ്കിലും പെൺകുട്ടികളുടെ പ്രോഗ്രാം സ്കൂൾ കുട്ടികളായാലും കോളേജ് കുട്ടികളുണ്ടായാലും ആദ്യം അക്കോമഡേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഭാരതീയ വിദ്യാവിഹാറിൽ ഉണ്ടെങ്കിൽ അവിടെ പെൺകുട്ടികൾ 200-300 പേർക്ക് അക്കോമഡേഷൻ കൊടുത്തതിന് ശേഷമേ മറ്റൊരു സ്ഥലത്ത് ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അൽ ഇസ്ലാം സ്കൂള് തുടങ്ങിയ കുറേ മുസ്ലിം സ്കൂളുകൾ കുന്നംകുളം കേച്ചേരി പ്രദേശത്തുണ്ട്. അവരുടെയൊക്കെ ഒന്നില്ലെങ്കിൽ ഓണ ക്യാമ്പ് അല്ലെങ്കിൽ ക്രിസ്മസ് ക്യാമ്പ് അല്ലെങ്കിൽ സമ്മർ ക്യാമ്പ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന, ചിലത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന, അത്രയും പെൻഗ്വിനെ പോലെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ തലയ്ക്ക് ഇത് ഇട്ടുകൊണ്ട് വരുന്നവരുമുണ്ട്. എല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വളർത്തലും അത് നല്ല രീതിയിലായാൽ അത് ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയലും, അതല്ലാതെ ഗോപാലകൃഷ്ണൻ ഒരു ഹിഡൻ അജണ്ടയോ ഇല്ല. എന്നെ കുറേ അധികം കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്ന് ചിലർ പറഞ്ഞ് വാട്സപ്പിൽ എഴുതിച്ചിരുന്നു. ഒരു കരിയും ഗോപാലകൃഷ്ണന്റെ മേത്ത് പേരട്ടാൻ ശ്രമിച്ചാലും വരില്ല. കാരണം ഹിഡൻ അജണ്ട എനിക്കില്ല. പച്ചക്കാണ് ഞാൻ പറയാം. ഞാൻ ഇലക്ഷന് നിൽക്കില്ല, ഞാൻ ഡൊണേഷന് വേണ്ടിയിട്ട് കൈനീട്ടില്ല, ഞാൻ നിങ്ങളുടെ അംഗീകാരത്തിന് സർട്ടിഫിക്കറ്റിന് വേണ്ടി, നിങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് ഇവരെ പോലെയുള്ളവരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അംഗീകാരത്തിന് സർട്ടിഫിക്കറ്റിന് വേണ്ടി വരില്ല, പൊന്നാടയ്ക്കും മെമന്റോയ്ക്കും വേണ്ടി വരില്ല, ഉറപ്പ് പറയുന്നു, വരില്ല. പിന്നെ നാസായിലെ റോക്കറ്റ് ചന്ദ്രനിൽ ഇറങ്ങിയത് ആ റോക്കറ്റിൽ പോയവർ വേദം പഠിച്ചിട്ടാണെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗണപതി ഹോമം നടത്തിയിട്ടാണ് ലോകത്തിലെ എല്ലാവരും റോക്കറ്റ് വിടുന്നതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ ഈ ദൈവഗണം പരീക്ഷണശാലയുടെ ഓഫീസ് പൂട്ടിയ ചാവി കാണാതെയായി. അവസാനം കാഞ്ചീപുരത്ത് നിന്ന് കുഴിച്ചെടുത്ത ശിവന്റെ 11 അടി പൊക്കമുള്ള 8000 വർഷം പഴക്കമുള്ള ശിവന്റെ വിഗ്രഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇങ്ങനെ പറയുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. എത്രയോ പേരെ പാമ്പ് കടിക്കുന്നു, എത്രയോ പേർക്ക് ഇടിവെട്ടേൽക്കുന്നു. ആ പാമ്പും ഇടിവെട്ടുണ്ടാക്കുന്ന പ്രകൃതി ചൈതന്യവും ഒന്ന് സെലക്റ്റഡ് ആയിട്ട് തട്ടിയിരുന്നെങ്കിൽ പ്രണാമം, നമസ്കാരം.